എപ്പോഴും അമിതമായി കോപിക്കുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ഭയങ്കരമായ കോപം, ചെറിയ കാര്യങ്ങൾക്ക് പോലും അകാരണമായ ദേഷ്യം. അതോർത്ത് അവൻ്റെ അച്ഛന് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു. തൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഈ ഒരു പോരായ്മ മനസ്സിലാക്കി കൊടുക്കണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അയാൾ മകനെ അടുത്ത് വിളിക്കുന്നു. ഒരു കവർ നിറയെ ആണിയും ഒരു ചുറ്റികയും അവന് കൊടുക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, നിനക്ക് ദേഷ്യം വരുമ്പോൾ ഈ ആണികളിൽ ഒരെണ്ണം എടുത്ത് ഈ ഭിത്തിയിലടിക്കുക. ആദ്യത്തെ ദിവസം തന്നെ ആ ഭിത്തിയിൽ 16 ആണികളാണ് ആ പയ്യനടിച്ചത്. അത്രമാത്രം അവൻ ദേഷ്യപ്പെട്ടിരുന്നു. അവന് മനസ്സിലായി അവൻ്റെ ദേഷ്യം വളരെ കൂടുതലാണ്. ഒരാഴ്ച കടന്നുപോയി. മെല്ലെ അവന് തൻ്റെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. ഭിത്തികളിലെ ആണികളുടെ എണ്ണം മെല്ലെ കുറയുന്നു. അവന് മനസ്സിലാകുന്നു ദേഷ്യം കൺട്രോൾ ചെയ്യാൻ എളുപ്പമാണ്. 1 മാസം കടന്നുപോയി. ഒരു ദിവസം ഇവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അന്നത്തെ ദിവസം ഒരിക്കൽ പോലും ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല. ഒരു ആണി പോലും ഭിത്തിയിൽ അടിച്ചിട്ടില്ല. അച്ഛനും സന്തോഷമായി. അച്ഛൻ അവനോട് പറഞ്ഞു, ഒരു ഫൈനൽ ടാസ്ക് കൂടിയുണ്ട്. ഭിത്തിയിൽ അടിച്ചിരിക്കുന്ന എല്ലാ ആണിയും ഓരോന്നായി പറിച്ചെടുക്കുക. മകനത് സമ്മതിക്കുകയും ഓരോന്ന് പറിച്ചെടുക്കുകയും ചെയ്തു. മകൻ്റെ അടുത്തേക്ക് അച്ഛനെത്തി അവനെ ചേർത്ത് നിർത്തി പറയുകയാണ്, നീ ഭിത്തിയിലേക്ക് നോക്ക്. എന്തുമാത്രം കുഴികളും പൊട്ടലുകളും മുറിവുകളുമാണ് ഈ ഭിത്തിയിൽ. നീ ഭിത്തിയിൽ നിന്ന് ആണികളെല്ലാം പറിച്ചെടുത്തെങ്കിലും ആ മുറിവുകളെല്ലാം അങ്ങനെ തന്നെയുണ്ട്. നീ ദേഷ്യപ്പെട്ടപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. നിൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും നീ പ്രകടിപ്പിച്ച ദേഷ്യം മറ്റുള്ളവരിൽ എന്തുമാത്രം മുറിവുകളാണ് ഉണ്ടാക്കിയത്. അതവരിൽ വേദനയും ഒരിക്കലും തീരാത്ത മുറിവുകളായി മാറുന്നു. നമ്മൾ എത്ര മാപ്പ് പറഞ്ഞാലും തീരാത്ത വേദനയായി അത് അവശേഷിക്കും. അപ്പോളജീസ് മേ ഹീൽ, ബട്ട് ദേ കനോട്ട് എറേസ് ദ ഡാമേജ്.